إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവശക്തനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് വിശുദ്ധരും സൽക്കർമ്മകാരികളുമായി ജീവിക്കുന്ന ഉത്ബുദ്ധരിൽ മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകൾ പാലിച്ച് സമാധാനത്തോടെ സംതൃപ്തിയോടെ അള്ളാഹു അനുവദിച്ച നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് പരലോകമോക്ഷം നേടിയെടുക്കുന്നവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ വാർദ്ധക്യത്തിലെ സൽക്കർമ്മ സാധ്യതകളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. പ്രായം ഒരു അക്കമാണ്. ആരോഗ്യമുള്ളിടത്തോളം കർമ്മനിരതരായിക്കൊണ്ടിരിക്കണം എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ പ്രായത്തിലെത്തിയ പ്രായാധിക്യ സമയത്ത് പ്രവർത്തന നിരതരായ പ്രവാചകന്മാരും അതിനുശേഷം സഹാബികളിൽ നിന്നുള്ള ഉദാഹരണങ്ങളും വർത്തമാനകാലത്ത് നമുക്കിടക്ക് ജീവിക്കുന്നവർ വരെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും സേവനങ്ങളും അങ്ങനെ സമർപ്പിത ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന പല കാര്യങ്ങളും പോയ ഖുതുബയിൽ നമ്മൾ പങ്കുവെക്കുകയുണ്ടായിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അവിടുത്തെ ഹദീസിലൂടെ അറിയിച്ച ഉത്കൃഷ്ടരിൽ ഉൾപ്പെട്ട് മരിക്കുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മുടെ തേട്ടവും പ്രവർത്തനവും. അള്ളാഹു അനുഗ്രഹമായ ആയുസ് ദൈർഘ്യം നമുക്ക് അനുവദിച്ച് നൽകിക്കഴിഞ്ഞാൽ ദീർഘമായ ആയുസ് ദൈർഘ്യത്തെ ഉപയോഗപ്പെടുത്തേണ്ടതിനെക്കുറിച്ചും പ്രവാചകൻ പറഞ്ഞു. കഴിഞ്ഞ ഖുതുബയിൽ പറയുകയും ശ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുന്നാസ്, ജനങ്ങളിലെ ഉത്കൃഷ്ടർ, ഉത്തമർ എന്ന് പറയുന്നത്
മൻ ത്വാല ഉംറുഹു, ആർക്കാണോ ആയുസ് ദൈർഘ്യം ലഭിക്കുന്നത്, ലഭിച്ച ആയുസ്സിനെ വഹസുന അമലുഹു, സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കി തീർക്കുന്നത് എങ്കിൽ അവർ നിങ്ങളിൽ ഉത്തമരാണ് എന്ന് പറയാൻ. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എങ്കിൽ ഇന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച ഒരാവർത്തി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയ അതേ ഹദീസിൻ്റെ രണ്ടാം ഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കുവാനുള്ളത്. അഥവാ ഈ ഹദീസിന്റെ രണ്ടാം ഭാഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുള്ളത് ജനങ്ങളിൽ അധമരായി തീരുന്നവരെ കുറിച്ചാണ്. ആരാണ് ജനങ്ങളിലെ അധമർ, നികൃഷ്ടർ, നീചർ എന്ന് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, വശർറുന്നാസ്, ജനങ്ങളിലെ നികൃഷ്ടർ, മൻ ത്വാല ഉംറുഹു, ആയുസ് എമ്പാടും പടച്ചറബ് നൽകിയിട്ടുണ്ട്. ആയുസ്സിന്റെ ദൈർഘ്യം കൊണ്ട് പ്രായാധിക്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ വസാ അമലുഹു, പ്രവർത്തനങ്ങൾ അമ്പേ മോശമായി കൊണ്ടിരിക്കുകയാണ്. പ്രായാധിക്യത്തിലെത്തി, പ്രായം ചെന്ന അവസ്ഥയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒന്ന് തിരിഞ്ഞു നടക്കാനോ തിരുത്താനോ തെറ്റുകൾ തിരുത്തി സൽക്കർമ്മ നിരതമായി സംസ്കാര സമ്പന്നമായി ജീവിക്കുവാനോ കഴിയാത്ത ഗതികേട്, ദൗർഭാഗ്യം അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ മനുഷ്യരിലെ നികൃഷ്ടനാണ്, ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭാരവും ബാധ്യതയുമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ഹദീസിന്റെ ആശയം. അപ്പൊ പ്രായം ചെന്ന ആളുകളിൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ പലതരത്തിലുള്ള ദുഷിച്ച പ്രവണതകളും വൈകൃതങ്ങളും വൈകല്യങ്ങളും ചാബല്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. സമൂഹത്തിന്റെ അനുഭവ സമ്പത്തും ധാർമ്മിക ദിശാസൂചികയുമാണ് യഥാർത്ഥത്തിൽ പ്രായം ചെന്ന ആളുകൾ എന്ന് പറയുന്നത്. എക്കാലത്തും അവർ കുടുംബത്തിനും സമൂഹത്തിനും പുതുതലമുറകൾക്കും മാർഗദർശകരായിക്കൊണ്ടേയിരിക്കണം. പക്ഷെ ആധുനിക സമൂഹത്തിന്റെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങൾ, പുതിയ കാല സങ്കേത സൗകര്യങ്ങൾ, അതേപോലെ തന്നെ മാനസിക ശാരീരിക ആവശ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങൾ പ്രായം ചെന്ന ആളുകളെ അടക്കം മൂല്യച്യുതികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സങ്കടകരമായി നമ്മൾ പറയേണ്ടി വന്നിരിക്കുകയാണ്. മൂല്യച്യുതികൾ പ്രായമെത്തിക്കഴിഞ്ഞാൽ പക്വതയായി ജീവിതത്തിന്റെ അനുഭവമായി നമ്മൾ പറയും. പ്രായമുള്ള ആളുകളുടെ ത്വക്കിലെ, ശരീരത്തിലെ തൊലിയുടെ ചുളിവുകളും ആഴങ്ങളും അത് ജീവിതാനുഭവത്തിന്റെ അടയാളങ്ങളാണ് എന്ന് തിരിച്ചറിയേണ്ടവരാണ് പിന്നാലെ വരുന്ന തലമുറ എന്ന് നമ്മൾ പറയുമ്പോഴും പ്രായം ചെന്ന ആളുകളിൽ പലരും ആ പക്വത, പരിഭാവനത്വം, പ്രായത്തിൻ്റെതായിട്ടുള്ള ജീവിത നിലവാരം, സംസ്കാരം പലപ്പോഴും കാണിക്കാറില്ല. മൂല്യച്യുതി പ്രായമായവരിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യസന്ധത, ക്ഷമ, ലജ്ജ, നീതി, സഹാനുഭൂതി, ആത്മനിയന്ത്രണം തുടങ്ങിയ മാനുഷിക മത ധാർമ്മിക ഗുണങ്ങളിൽ പലപ്പോഴും പ്രായം ചെന്ന വയോജനങ്ങളായ ആളുകളിൽ വരെ അത്തരം മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങളും ഉണ്ടാകാം. ഒറ്റപ്പെടലും കുടുംബത്തിലെ ഏകാന്തതയും മാനസിക പിരിമുറുക്കങ്ങളും ശാരീരികമായി കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന വേരിയേഷൻസ്, വ്യതിയാനങ്ങൾ, ആരോഗ്യക്ഷമത ഇല്ലാതാകൽ, അതേപോലെ തന്നെ അധികാര നഷ്ടം. അധികാരം എന്ന് പറഞ്ഞാൽ പദവി. കുടുംബത്തിലും സമൂഹത്തിലൊക്കെ ആയ സമയത്ത് അഥവാ ആരോഗ്യമുള്ള സമയത്ത് യൗവന മധ്യവയസ്കതയിലൊക്കെ ജീവിതത്തിൽ ഒരു പ്രതാപമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സമൂഹത്തിലും കുടുംബത്തിലും അതിൻ്റെതായ നിലയും വിലയും ലഭിക്കാതെ പോകും. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ സ്വാധീനം, സോഷ്യൽ മീഡിയകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, നമ്മൾ പറയും വളർന്നു വരുന്ന തലമുറയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. അതുവഴി അവരുടെ ജീവിതം വ്യതിചലിച്ചു പോകുമെന്ന്. അതേപോലെ ഈ പുതിയ കാലത്ത് എത്രമേൽ അൺലിമിറ്റഡായി ഡാറ്റകൾ ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് പ്രായമെത്തി റിട്ടയർമെൻ്റായി, പ്രത്യേകിച്ച് നേരത്തെ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെയുള്ള ഉദ്യമങ്ങളിലേക്ക്, ഉത്തരവാദിത്തങ്ങളിലേക്ക് തൻ്റെ ഊർജത്തെ, ശേഷിക്കുന്ന ആയുസ്സിനെ, ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്താതെ പോയി കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിലുള്ള കാഴ്ചകൾ, ഡിജിറ്റൽ അഡിക്ഷനുകൾ, അതിൻ്റെ പിന്നാലെ പോകൽ, അത് ഉണ്ടാക്കുന്ന സ്വാധീനവും ചെറുതല്ല. ആത്മീയമായും ധാർമ്മികമായുമുള്ള ദൗർബല്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയും വയസ്സായാൽ എല്ലാം ശരിയാകും എന്നാണ്. വയസ്സായാൽ എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തെ തകർക്കുന്ന റിപ്പോർട്ടുകൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളിൽ, ചാനലുകളിൽ, സോഷ്യൽ മീഡിയകളിൽ കണ്ടുപോയി കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത അവസ്ഥ. രണ്ടാളോട് മൂന്നാള് കൂടുന്ന ഇടങ്ങളിൽ പങ്കുവെക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വൈകൃതങ്ങൾ, മലീമസമായ അശ്ലീലതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബസമേതം ചർച്ച ചെയ്യാൻ കഴിയില്ല. ഒരു ന്യൂസ് തന്നെ ഓഫാക്കി കളയേണ്ടി വരും. മെമ്പറിൽ വെച്ച് ഉദാഹരണങ്ങൾ സമർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള
വൈകൃതമായ അവസ്ഥകൾ, വിശിഷ്യ ലൈംഗിക മേഖലകൾ, ലൈംഗിക അരാജകത്വങ്ങൾ. ഇപ്പൊ ഇടുക്കിയില് ഒരു പേരക്കുട്ടിയെയാണ് ചൂഷണം ചെയ്തത്. ആര്? മുത്തച്ഛനാ ചൂഷണം ചെയ്യുന്നത്. ജാതിക്ക പെറുക്കാൻ വേണ്ടി പുറത്തു പോയതാണ് ഭാര്യ. തിരിച്ചു വരുന്ന സമയത്ത് കയ്യോടെ പിടികൂടുകയാണ്. എന്നിട്ട് മകന് പോക്സോ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പല രൂപത്തിൽ മൊഴിമാറ്റങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും ഭാര്യ അതിന് നിന്നുകൊടുത്തില്ല. കാരണം 74 വർഷത്തെ ജയിൽ ലഭിക്കുന്ന വിധത്തിലേക്ക് പറഞ്ഞു എന്നാണ്, സാക്ഷി പറഞ്ഞു എന്നാണ്. ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഈ രൂപത്തിൽ നാദാപുരത്താണ് 16 വയസ്സുകാരിയെ കയറി പിടിച്ചതിന്റെ പേരിൽ ഒരാള് ഇപ്പൊ ജയിലിലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയോ. ഇതൊക്കെ പല സ്ഥലങ്ങളിൽ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിശ്ചിത കാലയളവിൽ 2 or 3 കേസുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് മറക്കപ്പെടുകയാണ്, ചിലത് രഹസ്യ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യുകയാണ്, ചിലത് രഹസ്യമായി ഇത്തരത്തിലുള്ള അധർമ്മങ്ങൾ, അനാശാസ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ചിലത് ചില ഒത്തുതീർപ്പുകളിലൂടെ എത്തിക്കൊണ്ട് അവസാനിക്കുകയാണ്. ഇങ്ങനെ പലതും പലയിടങ്ങളിലായി, പല മഹല്ലുകളിൽ, പല നാടുകളിൽ, പല പ്രദേശങ്ങളിൽ, പല കുടുംബങ്ങളിൽ, പല അയൽപ്പക്കങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, പലയിടങ്ങളിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരായുഷ്കാലം മുഴുവൻ ജീവിച്ച് പറയിപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ് പോകണോ? കുടുംബത്തെ നിന്ദ്യമാക്കി ഒരു സമുദായത്തെ പറയിപ്പിച്ച് സമൂഹത്തിൽ നിന്ന് നിന്ദ്യരായി ഒരായുഷ്കാലം ജീവിച്ചു ഒന്നുമല്ലാത്ത അവസ്ഥയിൽ പിരിഞ്ഞു പോകണോ വേണ്ടയോ എന്ന് തീർച്ചയായും ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 32-ാമത്തെ ആയത്തിൽ വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിഷ, അത് ഏറ്റവും മോശമായ, ഏറ്റവും നീചമായതായിരിക്കുന്നു എന്ന് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഏറ്റവും മോശമായതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. ഒരു മുസ്ലിമിന് ആലോചിക്കാൻ പോലും പാടില്ല. മനസ്സുകൊണ്ട് വ്യഭിചാരം, ഒരു പെണ്ണിനെ കാണുന്ന സമയത്ത് അങ്ങനെ വ്യഭിചാരത്തിന്റെ ചിന്ത വന്നു കഴിഞ്ഞാൽ അവൻ മനസ്സുകൊണ്ട് വ്യഭിചരിച്ചു. കൈകൊണ്ട് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ കൈകൊണ്ട് വ്യഭിചരിച്ചു. അതിനുവേണ്ടി നടന്നു കഴിഞ്ഞാൽ കാലുകൊണ്ട് വ്യഭിചരിച്ചു. ലൈംഗികമായി കൊണ്ട് വ്യഭിചാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വ്യഭിചാരത്തിന്റെ എല്ലാം പൂർണ്ണമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. അതുകൊണ്ട് അത് എല്ലാ പ്രായക്കാർക്കും ബാധകമാണ്. വിശിഷ്യ ഈ ഒരു തിരിച്ചുവരവിന് സാധ്യതയില്ലാത്ത, പാപമോചനം തേടാൻ പറ്റാത്ത വിധത്തിൽ പിരിഞ്ഞു പോകുകയാണ് എങ്കിൽ എവിടം കൊണ്ടാണ് ഈ തെറ്റുകൾ കഴുകിക്കളയുക എന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള കേസുകളിൽ പെട്ടുകഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ആ കുടുംബത്തിന്റെ അവസ്ഥ, തലമുറയുടെ അവസ്ഥ, പേരമക്കളുടെ അവസ്ഥ, ബാക്കി കല്യാണം കഴിക്കാനുള്ളവരുടെ അവസ്ഥ. ഇന്ന വല്യപ്പ ഇന്ന ആള് പോക്സോ കേസിലെ പ്രതിയാണ്, ആ കുടുംബവുമായി നമുക്കൊരു ബന്ധം വേണ്ട എന്ന് വരും. ന്യായമായ കാരണത്താൽ ഐത്തം, ബഹിഷ്കരണം സൃഷ്ടിക്കപ്പെടുന്നതിലേക്ക് നമ്മുടെ കുടുംബം മാറ്റപ്പെടണോ, അങ്ങനെ ഈ സമുദായം പറയിപ്പിക്കപ്പെടണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, നീചവൃത്തി ചെയ്യുന്ന പ്രായം ചെന്നവരെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ ഗൗരവത്തോടെയാണ് പങ്കുവച്ചത്. സലാസത്തുൻ, 3 വിഭാഗം ആളുകളുണ്ട്. ലാ യുകല്ലിമുഹുമുല്ലാഹ്, അവരോട് അല്ലാഹു സംസാരിക്കുകയില്ല. വലാ യൻദുറുഹും, അവരിലേക്ക് അല്ലാഹു നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരല്ലാഹു സംസ്കരിക്കുകയില്ല. സംസ്കരിക്കാത്ത നോക്കാത്ത, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കും തിരിഞ്ഞു നോക്കാത്ത, പരിഗണിക്കാത്ത 3 വിഭാഗം ആളുകളിൽ ഒരു വിഭാഗത്തെ പറഞ്ഞത് ശൈഖുൻ സാനി, വൃദ്ധനായ വ്യഭിചാരി എന്നാണ്. വൃദ്ധനായ വ്യഭിചാരിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല എന്ന്. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, യുവാവിന്റെ പാപം ദൗർബല്യം കൊണ്ടായിരിക്കാം, പക്ഷേ വൃദ്ധന്റെ പാപം എന്ന് പറയുന്നത് ധിക്കാരം കൊണ്ടുമായിരിക്കാമെന്ന് ഇമാം നബി പറഞ്ഞതാ. ഒക്കെ അനുഭവങ്ങളിലൂടെ, റിപ്പോർട്ടുകളിലൂടെ, വാർത്തകളിലൂടെ വരികൾക്കിടക്ക് വായിച്ച് ഉത്ഭുതം നേടിയെടുക്കണം നമ്മൾ. ലജ്ജയില്ലായ്മയാണ്. പ്രവാചകൻ പറഞ്ഞല്ലോ, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, ലജ്ജയില്ലെങ്കിൽ നീ എന്തുമായിക്കോ എന്നാ പറഞ്ഞത്. നിനക്ക് ഭാര്യയില്ലേ, നിനക്കും മക്കളില്ലേ, മകളില്ലേ, സഹോദരിയില്ലേ, പലരുമില്ലേ, രക്തബന്ധങ്ങളിലൂടെ, വൈവാഹിക ബന്ധങ്ങളിലൂടെ എങ്ങനെയാണ് നീചമായതിലേക്ക് നീക്കം നടത്താൻ സാധിക്കുന്നത്? അതിനുവേണ്ടി സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്? നിങ്ങൾ മീറ്റു കേസ് വന്നില്ലേ, അതേപോലെ തന്നെ ഹണി ട്രാപ്പുകൾ വന്നില്ലേ, പോക്സോ കേസുകൾ, ഹണി ട്രാപ്പുകൾ, മീറ്റു, ഇതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിപട്ടികയിലേക്കും അതിൽപ്പെട്ട ആളുകളെയും നമ്മൾ പഠിച്ചാൽ അതിൽ പ്രായം ചെന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് ചെന്ന് അകപ്പെടുന്നത്? ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, ലജ്ജയില്ല എങ്കിൽ പിന്നെ നീ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ആയിക്കോ എന്നാണ്. അത് എത്രത്തോളം ഈ ലജ്ജ നഷ്ടപ്പെട്ട ആ കോലത്തിലേക്ക് എത്തുന്നത്? ഹോമോസെക്സാലിറ്റിയിലേക്ക്, സ്വവർഗരതിയിലേക്ക്, അല്ലേ? ഇനി പരസ്ത്രീ ബന്ധങ്ങളിലേക്ക് മാത്രമല്ല, ഹോമോസെക്സാലിറ്റിയിലേക്ക് വരെ പോകുക. ഏതാണ് ആ അവസ്ഥ, ആ സംഭവം, ആ അശ്ലീലത, ആഭാസ ലൈംഗിക അരാജകത്വം, വൈകൃതം എന്ന് പറയുന്നത്? സദോം വംശജർ,
ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിലെ ദുഷിച്ച പ്രവണത, ആ സമൂഹം കീഴ്മേൽ മറിക്കപ്പെടാൻ കാരണമായ ഹീനമായ കൃത്യം വിശുദ്ധ ഖുർആൻ 27-ാം അധ്യായം സൂറത്തുൻ നംലിലെ 54-55 സൂക്തങ്ങളിൽ, 29-ാം അധ്യായം സൂറത്ത് അൻകബൂത്തിലെ 28-29 സൂക്തങ്ങളിൽ, 7-ാം അധ്യായം അറാഫിലെ 80-81 സൂക്തങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവം ഉണർത്തുന്നുണ്ട്. അതിൽ സൂറത്തുൻ നംലിൽ പറയുക, വലൂത്തൻ, ലൂത്ത് നബി, ഇദ് ഖാല ലിഖൗമിഹി, അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞു, അതഅ്തൂനൽ ഫാഹിഷ, നിങ്ങൾ അശ്ലീലതയ്ക്ക് വേണ്ടി സമീപിക്കുകയാണോ? വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ കാര്യബോധമുള്ളവരാകുന്നില്ലേ? കാണുന്നില്ലേ? കേൾക്കുന്നില്ലേ? നിങ്ങൾ എന്താണ് ഈ നിർവഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? അഇന്നകും ലതഅ്തൂന റിജാല, നിങ്ങൾ പുരുഷന്മാരെ കാമത്തോടെ സമീപിക്കുകയാണോ? ശഹ്വതൻ മിൻ ദൂനിൻ നിസാ, സ്ത്രീകളോട് പുലർത്തേണ്ട കാമം നിങ്ങൾ പുരുഷന്മാരിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണോ? ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിവരമില്ലാത്ത അവിവേകികളായ ഒരു സമൂഹമായി തീർന്നുവല്ലോ എന്ന്. 7-ാം അധ്യായം 80-81 സൂക്തങ്ങളുടെ സമാപനത്തിലെ ആ കൗമിനെ കുറിച്ച് പറഞ്ഞത് ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിര് കടന്ന സമൂഹമായിരുന്നു അവർ എന്നാണ്. ലൂത്ത് നബിയുടെ സമൂഹം അതിര് കടന്നവരാണ്. കാരണം സ്ത്രൈണതയുണ്ട്, ലൈംഗികതയ്ക്ക് വേണ്ടി ആണും പെണ്ണുമാണ്, അതിനുവേണ്ടി നിയതമായ മാർഗങ്ങളുണ്ട്, വിധിവിലക്കുകളുണ്ട്. അതുവഴിയാണ് ലൈംഗിക സാഫല്യം തേടേണ്ടത്, കാമം ശമിപ്പിക്കേണ്ടത്. എന്നാൽ അതിന് വഴിയുണ്ടായിട്ടും അതിലപ്പുറമുള്ള മുസ്രിഫൂൻ, അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള മാർഗമാണ് ലൈംഗികമായിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടി അവർ തേടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതിന്റെ ഇസ്രാഫിലേക്ക് അവർ കടന്നു എന്ന് പറയാം. അതുകൊണ്ട് അത്തരം ഇസ്രാഫുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമാന്യമായി അത്തരം കേസുകൾ, കാര്യങ്ങൾ ഒരു മുസ്ലിമിന് കൈകാര്യം ചെയ്യാൻ കഴിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം കാര്യങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മതി അമലു ഖൗമി ലൂത്തിൻ. അഹ്മദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പ്രവാചകൻ അരുളുകയാണ്, ഇന്ന അഖ്വഫ മാ അഖാഫു, എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്ന്, അലാ ഉമ്മത്തി അമലു ഖൗമി ലൂത്തിൻ, ലൂത്ത് നബിയുടെ ജനത നിർവഹിച്ച കർമ്മമാണ്. ലൂത്ത് നബിയുടെ ജനത നിർവഹിച്ച ദുഷ്കർമ്മത്തെ ഞാൻ എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ലേ? സ്വാഭാവികതയ്ക്ക് എതിരാണ്, പ്രകൃതിക്ക് എതിരായ അത്തരം ചീഞ്ഞളിഞ്ഞ സംസ്കാരം നിർവഹിക്കുന്നവർക്ക് ഇസ്ലാമിക ഗവൺമെന്റ് ആണ് എങ്കിൽ നൽകുന്ന ശിക്ഷയും പ്രവാചകൻ അറിയിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ വജത്തുമൂഹു, നിങ്ങളിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ, യഅമലു അമല ഖൗമി ലൂത്തിൻ, ഒരുത്തൻ ലൂത്ത് നബിയുടെ സമൂഹം നിർവഹിച്ച ഇത്തരം ഹോമോസെക്സാലിറ്റി, സ്വവർഗരതി, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫഖ്തുലു അൽ ഫാഇല, അത് നിർവഹിക്കുന്നവനെ കൊന്നുകളയണം. വൽ മഫ്ഊല ബിഹി, കൂട്ടിക്കൊടുക്കുന്നവനെയും നിന്നു കൊടുക്കുന്നവനെയും എന്നാണ്. കാരണങ്ങൾ ഉണ്ടാകും, വീഴ്ത്തുന്നതുണ്ടാകും, അത് വേറെ വിഷയം. പക്ഷേ എന്നാൽ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നവൻ, അത് നിർവഹിക്കുന്നവരെ കൊന്നു കളയണമെന്നാണ്. ഇസ്ലാമിക് ഗവൺമെന്റ് ആണ് എങ്കിൽ അത് എത്രയാ അതിന്റെ ഗൗരവം? കൊന്നു കളയണമെന്ന് പറഞ്ഞാൽ മാത്രമല്ല, വിവാഹിതനാണ് എങ്കിൽ സൂറത്ത് നൂറിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ, പ്രവാചകന്റെ ഹദീസുകളിലടക്കം വിവാഹിതനാണ് എങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്ന ശിക്ഷാ നടപടി. എങ്ങനെയാ? വിവാഹിതനാണ് ഇത്തരം ബന്ധങ്ങളിലും പരസ്ത്രീ ബന്ധങ്ങളിലും ചെന്ന് പതിക്കുന്നത് എങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണം, അവളെ എറിഞ്ഞു കൊല്ലണം. അതേപോലെ തന്നെ വിവാഹിതനല്ല എങ്കിൽ അവനെ അടിക്കണമെന്നാണ്. ആ അടി എന്ന് പറഞ്ഞാൽ ഒരു തരം കൊല്ലലിലേക്ക് എത്തുന്ന കോലത്തില്ല, വെറുതെ ഇങ്ങനെ അടിക്കുക എന്നുള്ളതല്ല. ആ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. കാരണം സാമൂഹിക സാംസ്കാരികത, ധാർമ്മികത, സദാചാര വിശുദ്ധി, ലൈംഗിക വിശുദ്ധി, സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷിതത്വം, ഇത് നഷ്ടപ്പെടുത്തുന്നിടത്ത് ഇസ്ലാമിന് വിട്ടുവീഴ്ചയില്ല. പടച്ച റബ്ബിൽ ശിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ പാതകം. പക്ഷെ അതിന്റെ ശിക്ഷാ നടപടി ഇവിടം കൊണ്ട് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. പക്ഷേ അധാർമികതയിലേക്ക്, മോശത്തരങ്ങളിലേക്ക്, തിന്മകളിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, സാമൂഹിക അധപ്പതനത്തിലേക്ക് ചെന്ന് പതിക്കുന്ന ദുഷ്കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ, അതിനു വേണ്ടിയിട്ട് അവസരമൊരുക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് ഇസ്ലാമിന്റെ നിഷ്കർഷയുണ്ട്. അത് സമൂഹത്തിന്റെ സമാധാനപൂർണമായ സാംസ്കാരിക നിലവാരത്തിലുള്ള നിലനിൽപ്പിന്റെ അനിവാര്യതയുടെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അല്ലേ? ഈ കാര്യത്തെ വളരെ ലളിതമായി കാണുകയാണ് എങ്കിൽ അല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഉണർത്തിയ ഗൗരവമാണ്. അതുകൊണ്ട് പ്രായമാകുന്ന സമയത്ത് തിരിച്ചുവരവാണ് നടത്തേണ്ടത്. കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങളിലേക്കാണ്. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങളുമായി പടച്ച റബ്ബിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്. ഖാല ഇമാം ഹസനുൽ ബസരി, വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ ഹസനുൽ ബസരി റഹ്മഹുള്ള പറഞ്ഞു, ഒരു വൃദ്ധൻ പാപം ചെയ്യുമ്പോൾ ആകാശത്തും ഭൂമിയിലുമുള്ളവർ ശപിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
പഠിപ്പിക്കുകയാണ് എന്ന്. വൃദ്ധൻ പാപം ചെയ്യുമ്പോൾ പ്രായാധിക്യത്തിലെത്തി നന്നാകാനുള്ള അവസരം നൽകി, തിരിച്ചു വരാനുള്ള അവസരം നൽകി, ഇസ്തിഗ്ഫാറിലേക്ക്, തിലാവത്തുൽ ഖുർആനിലേക്ക്, നഷ്ടപ്പെടാത്ത വിധത്തിൽ നമസ്കാര നിർവഹണത്തിലേക്ക്, ശേഷിക്കുന്ന ആയുസ് കൊണ്ട് സൽക്കർമ്മനിരതമായ ജീവിതത്തിലേക്ക് പോകാനുള്ള അവസരം നഷ്ടപ്പെടുത്തി വീണ്ടും പാപമാണ് ചെയ്യുന്നത് എങ്കിൽ ആകാശ ലോകത്തുനിന്ന് ശാപമാണ്. അള്ളാന്റെ ശാപവും മലായിക്കത്തുകളുടെ ശാപവും ഭൂമിയിലും അവനെ ശപിക്കുകയാണ്. ജീവജാലങ്ങളും മനുഷ്യരും അടക്കം അവനെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സദാചാര വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള സൗഭാഗ്യവും സന്മാർഗ സ്ഥിരതയും അള്ളാഹു നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ അതിൻ്റെ ഒരു മറുപുറം കൂടിയുണ്ട്. പ്രായത്തിലെത്തി എന്ന് വിചാരിച്ച് മധ്യവയസ്കത പിന്നിട്ട് ഒരു 60 70 വയസ്സൊക്കെ ആകുമ്പോൾ തങ്ങളുടേതായ ഓരോരുത്തരും വ്യത്യസ്ത പ്രകൃതക്കാരായിരിക്കും, വ്യത്യസ്ത ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. ലജ്ജ കാണിച്ച്, പിന്നെ അയിത്തം കാണിച്ച്, ആവശ്യങ്ങളെ നിരാകരിച്ച്, ആക്ഷേപം കാണിച്ച് അത്തരത്തിൽ പ്രായം ചെന്ന ആളുകളെ മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ അകലം സൃഷ്ടിക്കുന്ന ഇണകൾ ഭാര്യമാരും ഉണ്ടാകും. അല്ലേ? കാരണം ഭർത്താക്കന്മാർക്ക് പ്രായം ചെന്ന അവസ്ഥയിലെ പരിചരണം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, മരുന്ന് കൊടുക്കും, വിശപ്പടക്കാൻ ഭക്ഷണം കൊടുക്കും. ലൈംഗിക ദാഹമുണ്ട് എങ്കിൽ തൻ്റെ ഭർത്താവ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ സഹധർമ്മിണികൾക്കുണ്ടാകണം. അഡ്ജസ്റ്റ്മെന്റ് അല്ല, മറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. ലൈഫ് ഈസ് നോട്ട് എ സീരീസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അയാളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കണമല്ലോ എന്ന് ചിന്തിക്കണ്ട, മറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ആണ്. എൻ്റെ ഭർത്താവിൻ്റെ പ്രായത്തിൻ്റെതായ അടയാളങ്ങൾ ശാരീരികമായ ചിഹ്നങ്ങളിലൂടെ കാണിക്കുന്നു എങ്കിലും മനസ്സ് ഇപ്പോഴും ലൈംഗിക വിഷയത്തിൽ യൗവനത്തിലാണ്, മധ്യവയസ്കതയിലാണ്. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി സഹകരിച്ചു കൊടുക്കണം എന്ന രൂപത്തിലെ ചിന്ത ഭാര്യമാർക്കുണ്ടാകണം, സഹധർമ്മിണിമാർക്കുണ്ടാകണം. അതിൽ ലജ്ജ വേണ്ട. അതിൽ ലജ്ജയുണ്ടാകുകയും എന്നാൽ അതിലപ്പുറമുള്ള അനാശാസ്യങ്ങളിലേക്ക് ചെന്ന് പതിക്കുന്നതിനെ ലജ്ജയില്ലാതെ കാണുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ലജ്ജ എന്ന് പറഞ്ഞത്. ഇവിടെ ലജ്ജയുടെ ആവശ്യമില്ല. കാരണം കാമപൂർത്തീകരണത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട മാർഗമാണ് ഇണജീവിതം എന്ന് പറഞ്ഞാൽ. അത് ഏത് പ്രായത്തിലായിരുന്നാലും അത് നിർവഹിക്കപ്പെടണമെന്നതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചല്ലോ, നിങ്ങൾ ഹറാമായി വ്യഭിചാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ തിന്മയാണ്, അത് പാപമാണ്, അത് വഴി ശിക്ഷയാണ്. എന്നാൽ കല്യാണം കഴിച്ച് ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ ലൈംഗികത ആസ്വദിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ, നിർവഹിക്കുമ്പോൾ അത് ഇബാദത്തിന്റെ നിറവിലാണ്, അതിൽ നിങ്ങൾക്ക് പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, അതിനും പുണ്യമുണ്ടോ? അതേ, പുണ്യമുണ്ട്. വ്യഭിചരിക്കുമ്പോൾ തിന്മയല്ലേ, ശിക്ഷയില്ലേ? എങ്കിൽ ഇത് ഹലാലാണ്, അനുവദനീയമാണ്, ഇണജീവിതമാണ്, അതുകൊണ്ട് അതിന് പുണ്യമുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രൂപത്തിൽ മനസ്സിലാക്കണം. മാത്രവുമല്ല, ധാർമ്മികമായ പരിരക്ഷ നേടിയെടുത്തുകൊണ്ടേയിരിക്കണം. ആത്മസംസ്കരണം. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ. വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. അനാവശ്യ അനാശാസ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ അത് കേൾക്കുകയും കാണുകയും മനസ്സതിലേക്ക് പതിച്ചു പോകുമോ എന്ന ചിന്തയുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് ഓർത്തുകൊണ്ട് മാറി നിൽക്കുവാൻ കഴിയേണ്ടതുണ്ട്. വിശ്വാസികളുടെ അടയാളം 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യ കാര്യങ്ങളെ തൊട്ട് അകലം പാലിക്കുന്നവരാണ് അവർ എന്നാണ് ശുദ്ധ ഖുർആൻ 79-ാം അധ്യായം സൂറത്തു നാസിയാത്തിന്റെ അവസാന ഭാഗത്ത് സ്വർഗം ലഭിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, പടച്ച റബ്ബിന്റെ മഖാമിനെ, അതാണ് ഭയപ്പെടേണ്ടത്. മക്കളും മറ്റുള്ളവരും ആലോചിച്ചുകൊണ്ട് ഭൗതിക പ്രധാനമായ കണ്ടീഷനുകളും കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടല്ല തിന്മയിൽ നിന്ന് മാറി നിൽക്കേണ്ടത്. അപ്പൊ അതില്ലാത്ത സമയത്ത് ആ തിന്മകളിലേക്ക് ചേക്കേറും. എന്നാൽ മനുഷ്യൻ അടിസ്ഥാനപരമായി സംസ്കരിക്കുകയാണ് ഇസ്ലാം. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധം, മഖാം, അള്ളാഹുവിന്റെ സാന്നിധ്യം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ മഖാമിനെ, സ്ഥാനത്തെ, സാന്നിധ്യത്തെ, നിരീക്ഷണത്തെ ഭയപ്പെട്ടുകൊണ്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, ലൈംഗിക വൈകൃതങ്ങളിലേക്ക്, സദാചാര വൈരുദ്ധ്യങ്ങളിലേക്ക്, അധാർമികതയിലേക്ക് മനസ്സ് പ്രേരണ നൽകുന്നുണ്ട്. പക്ഷേ ആ ഇച്ഛയെ നിയന്ത്രിക്കുകയാൽ തൻ്റെ ഏതൊക്കെ ഇച്ഛകൾ, ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടാലും അള്ളാഹു എന്ന ഇഷ്ടം നഷ്ടപ്പെടാത്ത തഖ്വ, തസ്കിയത്ത്, ധാർമ്മികത കാത്തു സൂക്ഷിക്കുകയാൽ ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, എങ്കിൽ അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ്. അവർക്ക് സ്വർഗ്ഗമുണ്ട്. ഇവിടെ ലഭിക്കാവുന്നതൊക്കെ ലഭിക്കുക, ഇണജീവിതത്തിലൂടെ നേടിയെടുക്കുക, അതിൽ അങ്ങേപ്പുറം പരലോകത്തേക്ക്, സ്വർഗത്തിലേക്ക് വിടുക. ഇന്നലിൽ മുത്തഖീന മഫാസ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വിജയസ്ഥാനമുണ്ട്. ഹദായിക വഅനാബ, തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും, വകവാഇബ അത്റാബ, തരുണികൾ അവിടെയുണ്ട് എന്നാണ്. അപ്പോൾ അവിടം കൊണ്ട് തൃപ്തിപ്പെടുന്നതിലേക്ക് മനുഷ്യന് കൃത്യമായ ദിശാബോധം, ഉത്ബോധനം നൽകുകയാണ്. ഇവിടം കൊണ്ട് പാലിക്കപ്പെടേണ്ടത് അങ്ങനെയും അനശ്വര ജീവിതത്തിൽ ലഭിക്കുന്നതിനെ കുറിച്ചുള്ള പ്രതീക്ഷയും
നൽകിക്കൊണ്ട് സദാചാര വിശുദ്ധിയോടെ ജീവിക്കണമെന്നാണ്. അത് ഏത് പ്രായത്തിലായിരുന്നാലും ഈ വിഷയം ബാധകമാണ്. പക്ഷേ പ്രായം ചെന്ന അവസ്ഥയിൽ ഇത് നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം മതപരമായി ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്ന നിലക്കാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനിയും പ്രായം ചെന്ന ആളുകൾ മറ്റു പല വിഷയങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ആ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി الذي أنعمنا وأسعدنا بهداية القرآن وبهداية سنة النبي صلى الله عليه وسلم والصلاة والسلام على رسوله الكريم الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, സമ്പത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗവും അടിസ്ഥാനവുമാണ് സ്വർണം. ആ സ്വർണത്തിൻ്റെ വില നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പവന് 1,00,000 രൂപ കവിഞ്ഞു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും നമ്മൾ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. രണ്ട് ലോകത്ത്, ഇഹലോകത്തേക്കും പരലോകത്തേക്കും രണ്ട് ഭാഗവും മുന്നിൽ വെച്ചുകൊണ്ട് സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആലോചന നടത്തേണ്ടതുണ്ട്. അതിൽ രണ്ട് ലോകത്തേക്കും നമുക്കത് ബാധ്യതയായി മാറാൻ പാടില്ല. ഒന്ന്, ആഭരണ ഭ്രമം നമ്മൾ കുറക്കണം. വൈവാഹിക രംഗങ്ങളിലൊക്കെ, കല്യാണങ്ങളിൽ, അതിലെ അന്വേഷണങ്ങളിൽ, കണ്ടീഷനുകളിൽ സ്വർണം കടന്നു വരാറുണ്ട്. അപ്പം അതൊക്കെ ഫാഷൻ മാറി അങ്ങനൊന്നും ചോദിക്കാറില്ല. അതിൻ്റെ പല വഴിക്കാണ് അതിൻ്റെ കാര്യസാധ്യം നടക്കുന്നത്. പക്ഷേ എങ്കിലും സ്വർണത്തിനോടുള്ളൊരു അഡിക്ഷൻ, ഒരു ആഭരണ ഭ്രമം ഇസ്ലാമിക ഉമ്മത്തിൽ പ്രത്യേകിച്ചിട്ട് പറയേണ്ടതില്ല. അത് കുറച്ചു കൊണ്ടുവരണം. കാരണം ഒരു പിതാവ് തൻ്റെ മകൾക്ക് ഹദിയായി വല്ലതും കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ ദയർ ഇസ് നോ കണ്ടീഷൻ ഇൻ ഇസ്ലാം. ഇസ്ലാമിൽ യാതൊരു കണ്ടീഷനും ഇല്ല. വിവാഹം ചെയ്യുന്ന സമയത്ത് മൻ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ് യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, മൻ മിൻകുമുൽ ബാഅത, നിങ്ങളിൽ ആർക്കെങ്കിലും ബാഅത്ത് എത്തിക്കഴിഞ്ഞാൽ, ശാരീരികവും സാമ്പത്തികവുമായ ഒരു വൈവാഹിക ജീവിതത്തിലേക്കുള്ള നിലവാരം എത്തിക്കഴിഞ്ഞാൽ, ആ തലം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹിതരാകണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ശാരീരികവും സാമ്പത്തികവും, അപ്പൊ സാമ്പത്തികം വരനാണ് കൊടുത്തത്, ആണിനാണ് ആ ബാധ്യത നൽകിയിട്ടുള്ളത്. 1 ഗ്രാം സ്വർണം പോലും മകൾക്ക് വേണ്ടി പിതാവിന് നീക്കി വെക്കേണ്ട ആവശ്യം മതപരമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഹദിയായി സമ്മാനമായി കൊടുക്കുന്നതിനെ അതിൻ്റെ പവന് കൂട്ടി ആഢ്യത്വം കാണിച്ച് കുടുംബ മഹിമ പെരുപ്പിച്ച് 10, 20, 30 പവനൊക്കെ കൊടുക്കുമ്പോഴുള്ള അവസ്ഥ, കടബാധ്യത, ആധാരം കൊണ്ടുപോയി ലോക്കറിൽ വെക്കൽ, എന്നിട്ട് അതിൽ നിന്ന് പണമെടുക്കൽ, ആ പലിശ അധിഷ്ഠിതമായിട്ടുള്ള ഭക്ഷണത്തിലേക്കും സൽക്കാരത്തിലേക്കും നിക്കാഹിലേക്കും ജനങ്ങളെ ക്ഷണിക്കൽ, ആ പലിശയുടെ ചേരുവ ചേർന്നത് ഭക്ഷിപ്പിക്കൽ, ഈ ബറക്കത്തില്ലായ്മയിലേക്ക് നയിക്കുന്ന ഇത്തരത്തിലുള്ള കെട്ടുകാഴ്ചകളിൽ നിന്നൊക്കെ ഇസ്ലാമിക ഉമ്മത്ത് രക്ഷപ്പെടണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് ആഭരണ ഭ്രമം നമ്മൾ കുറച്ചു കൊണ്ടുവരണം. രണ്ടാമത്, ചെറിയ കുട്ടികൾ, വിദ്യാർത്ഥിനികൾ, അവരൊക്കെ LKGയിലേക്ക്, സ്കൂളിലേക്ക്, കോളേജിലേക്കൊക്കെ പോകും. ആ പോകുന്ന സമയത്ത് സ്വർണം ധരിച്ചുകൊണ്ട് പോകുന്നു എങ്കിൽ ഇനി അങ്ങോട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ന്യൂസിൽ നിങ്ങൾ വായിച്ചാൽ ചെവി അടക്കം മുറിച്ചു കൊണ്ടുപോയി. പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ ചെവി അടക്കം, ചിലപ്പോൾ ഈ ഗോൾഡ് കവറിംഗ് ആയിട്ടുള്ള സ്വർണ്ണമായിരിക്കാം. സ്വർണ്ണമാകണം തന്നെയല്ലേ? സ്ത്രീകൾ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുറമേക്ക് സ്വർണ്ണാകൂല, പക്ഷേ കാണുന്ന കാബാലികന്മാർക്ക്, മോഷണക്കാരെ, ഇത് പിടിച്ചു പറിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സ്വർണ്ണാണെന്ന് അവർ വിചാരിക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കും. പക്ഷെ അത് പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ശ്രമങ്ങൾ ജീവഹാനി വരെ സംഭവിക്കും, അപകടം സംഭവിക്കും, ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി തീർക്കും. അപ്പം അതിങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. തൻ്റെ സൗന്ദര്യമൊക്കെ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലാണ് കാണിക്കേണ്ടത്. മാന്യമായി വസ്ത്രം ധരിച്ച് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ജീവിക്കണം എന്ന ഇസ്ലാമിൻ്റെ നിഷ്കർഷയുള്ളത്. ഏതായിരുന്നാലും, കുട്ടികൾക്കായിരുന്നാലും വിദ്യാർത്ഥിനികൾക്കായിരുന്നാലും, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ സ്വർണവുമായി ബന്ധപ്പെട്ട ധരിച്ച് നടക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കൂടി 1 പവന് 1,00,000. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പല്ലേ തിരുവനന്തപുരത്ത് പുറത്തു പോയപ്പോൾ വീട്ടിൽ നിന്ന് 60 പവനാണ് അടിച്ചു മാറ്റിയത്. മോഷണം നടക്കുകയാണ്. അപ്പോൾ വീട്ടിലും ശ്രദ്ധിക്കണം. 60 പവൻ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷങ്ങളായി? 10-60 ലക്ഷത്തിലധികം. അപ്പോൾ പണം അന്യായമായ മാർഗത്തിൽ വളരെ പെട്ടെന്ന് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വഴിയായി സ്വർണ്ണ മോഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും ഒക്കെ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുവഴി വരുന്ന അപകടങ്ങളിൽ കരുതൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്,
പരലോകവുമായി, ഇത് ദുനിയാവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇനി പരലോകവുമായി ബന്ധപ്പെട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിക്കാഹിന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ പരലോകം നഷ്ടപ്പെടുത്താൻ പാടില്ല. റമളാൻ വരികയാണ്. വിശുദ്ധ റമളാൻ വരുമ്പോഴാണ് സക്കാത്തിന്റെ കാൽക്കുലേഷൻ ഇസ്ലാമിക ഉമ്മത്ത് നടത്താറുള്ളത്. ഹാല അലിൽ ഹൗൽ, ഒരു വർഷം തികയാൻ. അപ്പൊ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ മകള്, അതല്ലെങ്കിൽ മരുമകള്, അതല്ലെങ്കിൽ സഹോദരി, അതല്ലെങ്കിൽ ഉമ്മ, നമുക്ക് വേണ്ടപ്പെട്ട രക്തബന്ധങ്ങളിലെ അതേപോലെ കുടുംബ ബന്ധങ്ങളിലെ നമ്മുടെ കൂടപ്പിറപ്പുകൾ, ഉടപ്പിറപ്പുകളിൽ നമ്മുടെ അടുത്ത് അസറ്റായി സ്വർണ്ണമുണ്ട് എങ്കിൽ, ആ സ്വർണം ഒരു വർഷം തികഞ്ഞിട്ടുണ്ട് എങ്കിൽ, കഴിഞ്ഞ റമളാനിന്റെ തൊട്ട് മുമ്പാണ് കല്യാണം കഴിപ്പിച്ചത് എങ്കിൽ, ആ മകളെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരളിന്റെ കഷ്ണമായ ഫാത്തിമയോട് പറഞ്ഞില്ലേ, നരകത്തിൽ നിന്ന് അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ തടിയെ നീ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊള്ളണട്ടോ. ഫാത്തിമക്ക് സ്നേഹത്തോടെ കൊടുത്ത പ്രവാചകന്റെ ഉപദേശം ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും മക്കളുമായിട്ട് കൂടിയാലോചന നടത്തേണ്ട സമയം കൂടിയാണിത്. കാരണം സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗം ആരായുകയായിരിക്കും ഭാര്യയും ഭർത്താവും കൂടി, മകനും മരുമകളും കൂടി. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാരണം ഫെബ്രുവരിയിൽ റമളാൻ വരികയാണ്. അപ്പോൾ 10 പവൻ ഉണ്ടാകും, 20 പവൻ ഉണ്ടാകും, 30 പവൻ ഉണ്ടാകും. 1 പവൻ അല്ലേ, പിന്നെ 590 ഗ്രാം സ്വർണ്ണം വെള്ളിയുടെ വിലക്കനുസരിച്ചാണെങ്കിൽ 1 പവൻ ഉണ്ടെങ്കിൽ തന്നെ സക്കാത്ത് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. സൂക്ഷ്മതയുടെ ഏറ്റവും പാരമ്യം. അതിലേക്ക് ഇനി ഉമ്മത്തി എത്തിയിട്ടില്ലെങ്കിലും, കർമ്മശാസ്ത്ര മസലകൾ നമ്മെ എത്തിച്ചിട്ടില്ലെങ്കിൽ പോലും 10.5 പവൻ എന്ന കണക്കിൽ ഇസ്ലാമിക ഉമ്മത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലെങ്കിലും ഒരു ഇജ്മാ ഉണ്ടല്ലോ ഏറെക്കുറെ നമുക്ക്. അപ്പൊ 10.5 പവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ 15 പവൻ സ്വർണ്ണമുണ്ട് എങ്കിൽ, 20 പവൻ സ്വർണ്ണമുണ്ട് എങ്കിൽ 20 ലക്ഷം രൂപയിലധികമായി. ഒരു വർഷം തികഞ്ഞിട്ടുണ്ട് എങ്കിൽ 1 പവൻ സ്വർണത്തിന് 2500 രൂപയാണ്. 10 പവൻ സ്വർണ്ണമുണ്ട് എങ്കിൽ 25,000 രൂപയിലധികം. 20 പവൻ സ്വർണ്ണമുണ്ട് എങ്കിൽ 1,00,000 രൂപ, 50,000. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 34-ാമത്തെ ആയത്തിൽ പറഞ്ഞ 8 വിഭാഗം സക്കാത്തിന് അർഹതപ്പെട്ടവരുടെ മുതലാണ്. അത് നമ്മുടെ മരുമകളുടേതല്ല, നമ്മുടെ മകളുടേതല്ല, നമ്മുടെ സഹോദരിയുടേതല്ല, നമ്മുടെ ഉമ്മയുടേതല്ല. ആ നീക്കി വെക്കേണ്ടത് നിരാലംബരായ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യം നിവർത്തിക്കപ്പെടുന്നതിന് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് അത് നീക്കി വെക്കണം. കാരണം അള്ളാഹുവാണ് നമുക്ക് ആ സമ്പത്ത് നൽകിയത്, ഐശ്വര്യം നൽകിയത്. അത് നീക്കി വെച്ചുകൊണ്ട് കൂടുതൽ ബറക്കത്ത് ഹലാലായ മാർഗത്തിൽ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മൾ നിർവഹിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ സക്കാത്തുമായി ബന്ധപ്പെട്ടതും അതല്ലാത്തതുമൊക്കെ ഈ സ്വർണത്തിന് വില കൂടുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് അതിലൊക്കെ ഒരു പ്ലാനിങ് നമ്മൾ നടത്തണം, കൂടിയാലോചന നടത്തണം. എല്ലാം ചെയ്തു കൊടുത്ത് അവസാനം ഈ സ്വർണം ഇസ്തിരി ഇടുമെന്നാണ് ആയത്തി തുഹ്മ എന്നാ പറഞ്ഞത്. അറബിയില് തുക്വ എന്നാ പറയുന്നത്. തുക്വ എന്ന് പറഞ്ഞാൽ അയൺ ചെയ്യുക എന്ന. മിക്വാത്തിനാണ് അറബിയിൽ ഇസ്തിരിപ്പെട്ടിക്ക് അയൺ ബോക്സിന് മിക്വാത്തി എന്നാ പറയാ. നിങ്ങൾ നിധിയായി ശേഖരിച്ചു വെച്ച സ്വർണം, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, നിങ്ങളിങ്ങനെ ശേഖരമാക്കി വെച്ചിട്ടുള്ള, നിധിയാക്കി വെച്ചിട്ടുള്ള സ്വർണവും വെള്ളിയും ഉണ്ടല്ലോ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ, നിസാമനുസരിച്ച് സക്കാത്ത് കൊടുക്കാതെ ശേഖരിച്ചു വെച്ച ആ സ്വർണം പരലോകത്ത് ചുട്ട് പഴിപ്പിച്ച് നിങ്ങളുടെ പാർശ്വഭാഗങ്ങളിലൂടെ അള്ളാഹു അയൺ ചെയ്യുന്നതാണ് എന്നാണ്. ഈ അവസ്ഥ നമ്മുടെ മകൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അതിനനുസരിച്ചുള്ള ആത്മീയമായ വിധിവിലക്കുകൾ ആ വിഷയത്തിൽ പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മതത്തിന്റെ സർവ്വ വിധിവിലക്കുകളോടും നീതി പുലർത്തിക്കൊണ്ട് മരിക്കുന്നതിന് മുമ്പേ അതെല്ലാം പൂർത്തീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ രക്ഷപ്പെടുന്ന ഉൽബുദ്ധരിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മധർമ്മങ്ങളെയും നീ സ്വീകരിക്കണമേ നാഥ. അല്ലാഹുവേ, അറിവില്ലായ്മ കൊണ്ട്, അപക്വത കൊണ്ട്, മനുഷ്യ സഹജമായ ദൗർബല്യം കൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ, കുറ്റങ്ങളെ, കുറവുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. അല്ലാഹുവേ, നിന്റെ ദീനനുസരിച്ചു കൊണ്ടുള്ള ജീവിതത്തിൽ സംതൃപ്തി അടയാനും സമാധാനം നേടിയെടുക്കുവാനും അതുവഴി ഇരു ലോകത്തും ക്ഷേമത്തിന്റെയും മോക്ഷത്തിന്റെയും മാർഗങ്ങളിൽ മാത്സര്യ ബുദ്ധിയോടെ മുന്നേറുവാനും ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിലെ പ്രായാധിക്യം ചെന്നവർക്ക് നീ കൂടുതൽ ഖൈറും ബറക്കത്തും നൽകണമേ റബ്ബേ. അല്ലാഹുവേ, അവരിൽ ഈ ഉമ്മത്തിന് കൂടുതൽ മാതൃക പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവർ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ നാഥ. പ്രായാധിക്യത്തിലുള്ള മാതാപിതാക്കൾക്ക് നീ ആ ആയുസ് ദൈർഘ്യം പ്രദാനം ചെയ്ത് സൽക്കർമ്മ നിരതമായി കൂടെ ജീവിക്കുവാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവർ, പലസ്തീൻ സമൂഹം, ഗസയിലെ മനുഷ്യരെ, അതേപോലെ തന്നെ വിവിധ ഉൻകരകളിലെ
രാജ്യങ്ങളിലെ പീഡിതരായ ജനവിഭാഗങ്ങൾ, അഭയാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിജീവനം നൽകുമാറാകട്ടെ, സമാധാനവും സംരക്ഷണവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും സഫലമാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, മരിക്കുന്നത് വരെ തൗഹീദി ബോധത്തോടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ തവക്കുലും തസ്കിയത്തും തർബിയത്തും ലൈംഗിക വിശുദ്ധിയും സദാചാര വിശുദ്ധിയും ധാർമ്മിക പരിരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഉത്ബുദ്ധതയുള്ള വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്